ഇവിടെ കുറച്ച് മുന്നേ ആളുകൾ ഇതിൻ്റെ മേലിൽ നിന്ന് ചാടലും പിന്നെ അതുപോലെ 25 കുട്ടികളെന്തോ കുറച്ച് മുന്നേ ഷോക്ക് അടിച്ച് മരിക്കുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ ശേഷം ഇപ്പോൾ പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. ഡൽഹിയിലാണുള്ളത്. ഡൽഹിത്തെ റൂം വെക്കറ്റ് ചെയ്യാണ്. ഇന്ന് കുത്തബ് മിനാർ, പിന്നെ അത് കഴിഞ്ഞാണ്ട് നമുക്ക് 2-3 സ്ഥലം പോവുക. പിന്നെ നേരെ എന്ത് ചെയ്യുക, ഡൽഹി ജംഗ്ഷനിൽ നിന്ന് കൽക്കയിലോട്ട് പോയിട്ട് കൽക്കയിൽ നമുക്ക് ടോയ് ട്രെയിൻ കിട്ടുമെന്നുള്ളത് നോക്കണം. ടോയ് ട്രെയിൻ കിട്ടുകയാണെങ്കിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ പോയി നോക്കാം. ഓക്കെ, റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മളെന്ത് ചെയ്തു, ഇവിടെ അടുത്തുള്ള ഒരു ഏരിയയിൽ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ ഇതെന്തൊക്കെയാ വെച്ചാൽ ഞാൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് പറഞ്ഞത്. ബാസി മാഗി പറഞ്ഞിട്ടുണ്ട്. ഇത് വാടടാ, നമ്മളെ കുത്തബ് മിനാറിലോട്ടുള്ള ബസ് കയറാൻ ഇവിടെ നടന്നാൽ കിട്ടും എന്നാണ് കേട്ട്. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് അലിഞ്ഞ് നടക്കുക. കുത്തബ് മിനാർ നമ്മൾ എത്തിയിട്ടുണ്ട്. കുത്തബ് മിനാർ വരുന്നത് ആ കാണുന്നൊരു ഗേറ്റ് അതാ, അതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം. നമ്മൾ ബാഗ് ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്ത്, ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടർ ഇതാ. ബാസി ഇവിടെ ക്ലോക്ക് റൂമിൽ ക്ലോക്ക് റൂമിൽ അവിടെ ആയിരുന്നു. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ 40 രൂപ കേട്ടാ. ഇതോ നമ്മുടെ കുത്തബ് മിനാർ. മുഗൾ മോസ്ക്, മുഗൾ ഗാർഡന് കാര്യങ്ങൾ ആ ഒരു സൈഡിലാട്ടാ വരുന്നത്. ബ്രെയിലി ലിപി പ്രകാരമുള്ള കുത്തബ് മിനാറിൻ്റെ മാപ്പാണ്. എന്തൊക്കെയാണ് എവിടെയൊക്കെയാന്നുള്ളത്. ആരാ പോണ്? ഒരു എയർ ഇന്ത്യ അതാ. This is our കുത്തബ് മിനാർ by കുത്തുബുദ്ദീൻ. കുത്തബ് മിനാറിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ കയറൽ പോസിബിൾ അല്ല. കാരണം ഇവിടെ കുറച്ച് മുന്നേ ആളുകൾ ഇതിൻ്റെ മേലിൽ നിന്ന് ചാടലും പിന്നെ അതുപോലെ 25 കുട്ടികളെന്തോ കുറച്ച് മുന്നേ ഷോക്ക് അടിച്ച് മരിക്കുകയൊക്കെ ഉണ്ടായി. അതിൻ്റെ ശേഷം ഇപ്പോൾ പ്രവേശനം ഇല്ല. അതുകൊണ്ട് ഉള്ളിലേക്ക് തോന്നല്ല, ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല. ആരാ ഇത് എന്ത് കല്ല എന്ന് അറിയോ? ഇതെന്താ ഇതിനെ പറ്റി നേരത്തെ പറയാന്ന് പറഞ്ഞ സംഭവം? അതായത് നമ്മൾ കുത്തുബുദ്ദീൻ ഐബക്ക് പറഞ്ഞ രാജാവിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഒരു കോട്ട, ആകാശം തുറന്നൊരു കോട്ട ഉണ്ടാക്കണം. അപ്പോൾ അയാളിങ്ങനെ ഉണ്ടാക്കി തുടങ്ങി, എന്നാലും പക്ഷെ അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. പിന്നെ അതിന് ശേഷം പൂർത്തിയാക്കിയത് അയാളെ മരുമകനായ ഇൽത്തുമിഷ്. അതാണ് അവിടെ ഇൽത്തുമിഷിന്റെ അയാളെ ഖബറാണ് അവിടെ ഉള്ളത്. അതാണ് ഒരു A380 അല്ലേ പോണത്. നേരത്തെ പറഞ്ഞില്ല നമ്മള് ഇൽത്തുമിഷിന്റെ ശവകുടീരം, ടോംബ് ആണ് കാണുന്നത് കേട്ടോ. ആ സ്ക്വയറിലുള്ള അവിടെ നിന്ന് കണ്ട ടോംബ് ഇതാണ്. എത്ര നടന്ന് കണ്ടിട്ടും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭയങ്കര കൗതുകം, മടുപ്പ് വന്നൊന്നുമില്ല. കൂവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുത്തബ് മിനാറിൻ്റെ അടുത്തായിട്ടൊരു പള്ളി, മസ്ജിദ്, അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു പൂർണ്ണമായ രീതിയിലല്ല, ഇതിൻ്റെ ഭാഗം ഏറെക്കുറെ ഇവിടെയൊക്കെ തുറന്നൊക്കെ കിടക്കുകയാണ്. പല ഭാഗങ്ങളും പൂർണ്ണമല്ല പണികൾ. അങ്ങനെ നമ്മളിനി ഏതായാലും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളിങ്ങോട്ട് പോവാം, ജമാ മസ്ജിദിലോട്ട് പോവാം. അതിന് ബസ് കയറാണ്. ഓക്കെ, ഇന്ത്യ ഗേറ്റാണ് കേട്ടോ കാണുന്നത്.
നമ്മളിങ്ങനെ ഫൈനലി എവിടെ എത്തിച്ചാൽ ഇപ്പോൾ ഉള്ളത് റെഡ് ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. അവിടെ ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ ഏതായാലും കടയിൽ കയറിയിട്ട് ഒരു ബിരിയാണിയാണ് പറഞ്ഞുള്ളത്. ക്വാർട്ടർ അടുത്തത് എന്താ കഴിക്കുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട്. എങ്ങനെയുണ്ട് ബാസിയ? അത്രേ ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണ എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും. കൂടുതൽ ആളുകളും നമ്മൾ പോയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ജമാ മസ്ജിദിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഡൽഹിയിലെ പ്രസിദ്ധമായ ജമാ മസ്ജിദിലേക്ക് ഡൽഹിയിലെ ജമാ മസ്ജിദാണിത്. മാർബിൾസ് നല്ല ചൂടുള്ള മാർബിളാണ്. പക്ഷെ നമ്മളിത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ വെള്ള മാർബിൾമൊക്കെ എത്തുമ്പോൾ, മാർബിളല്ല നമ്മളിപ്പോൾ ചവിട്ടേണ്ടത്, വെള്ള മാർബിൾമൊക്കെ എത്തുമ്പോൾ നല്ല തണുപ്പായിട്ടും. പിന്നെ നമ്മൾ ഒളു ചെയ്യുന്ന സ്ഥലം ഇതാണ്. നമ്മൾ ജമാ മസ്ജിദും കണ്ടിറങ്ങിട്ടാ. ജമാ മസ്ജിദ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കാണുന്ന റെഡ് ഫോർട്ട്, അതാ റെഡ് ഫോർട്ട് കാണില്ല. അപ്പോൾ റെഡ് ഫോർട്ടിന് അങ്ങോട്ടൊന്ന് നടന്നു നോക്കാതെ കരുതി. ഏതായാലും കണ്ടുവച്ചും വരാം. നമ്മൾ നടന്ന് ഇപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ആ സൈഡിൽ നിന്നാണ് പോകുന്നത്. ആ കാണുന്ന അവിടെയുള്ള റോഡിൻ്റെ അപ്പുറം ആണ് നമ്മളെ ജമാ മസ്ജിദ് ഉള്ളത്. ഇന്ത്യയുടെ ചുവന്ന കോട്ട, that is Red Fort. ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം അവിടെ നിൽക്കണ CISF ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ബന്ധാണെന്നാണ് പറഞ്ഞത്. വേറൊരാളാണെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ പോയാൽ കയറാമെന്നും പറഞ്ഞു. അപ്പോൾ ഏതാ ശരി, ഏതാണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഏതായാലും പോയോക്കാൻ കരുതുന്നു. അപ്പോൾ അവിടുന്ന് ചെന്നിട്ട് എന്താ അവസ്ഥ നോക്കാം. ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും അതുപോലെ തന്നെ പതാക ഉയർത്തുന്നതും റെഡ് ഫോർട്ടിൽ വെച്ചാണ്. ബാസിത്ത് വരെ കണ്ടിട്ട് ഇന്ദിരാഗാന്ധിൻ്റെ കുടുംബമാണെന്നൊക്കെ പറയുന്നുണ്ട്. പറയൂ. രാജാവിന് ചൂടിന്റെ അസുഖം ഉണ്ടായിരുന്നു. AC ഒക്കെ ഉണ്ടല്ല എല്ലാ ദിവസവും. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യല്. പതാക ഉയർത്തുന്ന സ്ഥലമാണ് കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഭാഗ്യമില്ല. റെഡ് ഫോർട്ട് കണ്ടു കഴിഞ്ഞ് നമ്മളെ റോഡ് ഇതാണ് തോന്നുന്നുണ്ട്. നമ്മൾ അവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ടല്ലോ റെയിൽവേ. എന്താണ് എന്തോ സംഭവം കാണിക്കാൻ പോകണ്ടല്ലോ മുപ്പര്. എന്താ താത്തിക്ക പക്ക ഫോക്കസ് ആവണില്ല. നമ്മൾ 500 രൂപ നോട്ടിലുള്ള അതേ കോട്ടയാണ് ഈ കാണുന്നത്. ഈ മറ്റേ കാണിച്ചെടുക്ക്. സിഗരറ്റ് വലിക്കണവർക്ക് പുതിയ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഗുരുദ്വാരയാണ്, സിസ്ഗഞ്ച് സാഹിബ് ഗുരുദ്വാരയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു മിനാരം കാണുന്നുണ്ടോ. ഇവിടുന്ന് എനിക്ക് അത്രത്തോളം വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഏകദേശം ഇവിടെ
ഈ ഒരു ഭാഗത്ത് കാണുന്നത് അത് ചാന്ദിനി ചൗക്കാണ്. പഴയ കെട്ടിടങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയപ്പെടുന്നത് ചാന്ദിനി ചൗക്ക്. ഷാജഹാന്റെയും മുംതാസിന്റെയും മൂത്ത മകളാണ് പണി കഴിപ്പിച്ചത്, അതിന്റെ ഡിസൈൻ ചെയ്തത്. നമ്മളെ ഇനി പിന്നെ നല്ല നല്ല അടിപൊളി കുട്ടികൾ. നമ്മൾ ഹിമാചല് അതുപോലെ മണാലി എവിടെയാണ് ഇനി പോകണമെന്ന് വെച്ചാൽ ആ പ്ലാനൊക്കെ കഴിഞ്ഞ് റിട്ടേൺ ഡൽഹിക്ക് വരുന്നതിൽ നായി പയ്യ ആശാന് നല്ലൊരു കച്ചവടക്കാരനെ കിട്ടിയിരിക്കണേ. दिखा रहे हैं देखने के इधर 4 लोग हैं, आप 6 बंदे देना है मेरे को, इसलिए मैंने आपसे आप दे रही हूँ ना, इतने खड़े मैं सबसे बात पूछ सकता हूँ। ये पावर बैंक से बैंक का कितना फोन चार्ज करने का आपकी एयरबड्स की बात जैसे सर ये है आपके साथ है। നമ്മളങ്ങനെ നടന്ന് പിന്നെ നടന്ന് എവിടെ എത്തിയാരോ ഇതാ ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഡൽഹി ജംഗ്ഷന്. ഡൽഹി ജംഗ്ഷൻ്റെ നേരെ മുന്നിലുള്ള ഒരു പള്ളിയാണ് ശ്രീ ജമാ മസ്ജിദ്. സിയ ജമാ മസ്ജിദ്. ഇതാണ് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. വെയിറ്റിംഗ് റൂമാണ്. ഡൽഹി മുതൽ അസാംഗഡിലേക്ക് പോകുന്ന ട്രെയിനാട്ടത്. അസാംഗർക്ക് നമ്മൾ ഇത് പ്ലാറ്റ്ഫോം 16. നമുക്ക് നേതാജി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 5-ലാണ് വരിക. അങ്ങോട്ട് വലിയ നടക്കട്ടെ. അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമൊക്കെ എത്തിക്കണേ. പിന്നെ നമുക്ക് അങ്ങേ തലക്ക് പോകണം. കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. ചാടിപ്പൊടിച്ച് കയറി ഓരോരുത്തർ കയറി ഇരുന്നിക്കണേ, വലിയ വിഷയമില്ല. മേലൊരു സീറ്റ് ഇട്ടിക്കണേ. അതായത് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിൽ നിന്ന് കയറിയ ട്രെയിനിലാണ്, കൽക്കയ്ക്കുള്ള ട്രെയിനിലാണ്. ഇനി നമ്മൾ കൽക്കയിലെത്തിയതിന് ശേഷം 3 മണിക്കാണ് കൽക്കയിലെത്തിയ ട്രെയിന്. 3 മണിക്ക് കൽക്കയിലെത്തിയതിന് ശേഷം 3:30 ഷിംലയ്ക്ക് ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. ആ ടോയ് ട്രെയിനിൽ കയറിയിട്ട് പോകുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ പോയാൽ ടിക്കറ്റ് കിട്ടുമെന്നൊക്കെയാണ് കേട്ടത്. ഇനി പോയി നോക്കിയാലേ അതിൻ്റെ സംഭവങ്ങൾ അറിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കണ്ടുവരും. ഷിംലയിലെത്തിയിട്ട് ഗുരുദ്വാര സ്റ്റേ ആണ് വിചാരിച്ചത്. ഗുരുദ്വാറിൻ്റെത് സ്റ്റേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡോർമെറ്ററിയോ റൂമോ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കേണ്ടി വരും. അങ്ങനെയാണ് വിചാരിച്ചത്. ഏതായാലും ഇതും കുഴപ്പമില്ല, രസമുള്ള ജേണിയാണ്. ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഈ ട്രെയിൻ വരുന്നത്. ഇത് നേതാജി എക്സ്പ്രസ് 9:10 ഡൽഹിയിൽ നിന്ന് എടുക്കും. പിന്നെ കൽക്ക വരേക്കാണ് ഈ ട്രെയിനുള്ളത്. കൽക്ക ഹരിയാനയിലാണ്. ഷിംലയ്ക്കുള്ള ടോയ് ട്രെയിനിൽ പിന്നെ ഒരു നിങ്ങൾക്ക് ജനറലിൽ താല്പര്യമില്ല, ജനറൽ ഓഫ് സീസണിൽ നടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നമ്മൾ പോകുന്നത് 3:30-ക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് ഒരു ചാൻസ് ഉണ്ട്. കാരണം ആ നേരത്തെ ടൂറിസ്റ്റുകൾ എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മളെപ്പോലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിൽ സീറ്റ് കിട്ടിക്കാണ്ട് നല്ല അടിപൊളി വ്യൂസ് ആണല്ലോ, അതൊക്കെ ആസ്വദിച്ച് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടറിയണം. നല്ല റഷ് ഉള്ളപ്പോൾ ജനറൽ ടിക്കറ്റ് കിട്ടുമോ ഒന്നും അറിയില്ല. പോയി നോക്കിയിട്ട് വിവരങ്ങളറിഞ്ഞ് ഫൈനലി ഒടുവിൽ നമ്മൾ കൽക്ക എത്തി. അങ്ങനെ ഉറക്കം വന്ന ഒരു വിധയിക്കണം. 3 മണി 3:04
3:30 നമ്മളെ ട്രെയിൻ. നമുക്ക് വേഗം ഓടിപ്പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് മറ്റേ ട്രെയിൻ കണ്ടുപിടിക്കണം, ടോയ് ട്രെയിൻ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി ടോയ് ട്രെയിൻ യാത്ര അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ശരി.